നമസ്കാരം എന്റെ എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും ഗിരീഷാണ്. ഇന്ന് നമ്മൾ പുത്തൻ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നല്ല ഈസി ചാപ്റ്റർ ആണ്. എല്ലാം ഈസിയാണെന്ന് ഞാൻ പറയും. നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇത് കേട്ടാൻ പഠിച്ചാൽ എല്ലാം ഈസിയാണ്. ഓക്കെ, അന്നേരം പ്ലസ് വണ്ണിലെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തേക്കുക. ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തേക്ക് വെച്ചേക്കുക. ഓൾ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഒന്ന് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയാതെ തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. വർക്ക്, എനർജി ആൻഡ് പവർ ഈസി ആയിട്ട്. പക്ഷെ നമുക്ക് പവർ വേണം, ഈ പറഞ്ഞ പോലെ എനർജി വേണം, നല്ല ഹാർഡ് വർക്കും വേണം. ഈസി ആയിട്ട് പഠിച്ചോ. ഓക്കെയോ? ഓക്കെ, അന്നേരം നമുക്ക് എന്താണ് വർക്ക്? ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, ഈ ചാപ്റ്ററിൽ വർക്കും എനർജി നന്നായിട്ട് പഠിക്കാനുണ്ട്. പവർ ഇവിടെ കുറവാണ്. ഈ ചാപ്റ്ററിൽ പവറിന്റെ ഒരുപാട് പഠിക്കാൻ പവറിനെ കുറിച്ച് ജസ്റ്റ് ഒരു യൂണിറ്റ് പഠിക്കാനും അതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് പഠിക്കാനും ഒക്കെ ഉള്ളൂ. പക്ഷെ വർക്കും എനർജി നന്നായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഇതല്ലാതെ ഈ ചാപ്റ്ററിൽ മറ്റൊരു പോർഷൻ, നമ്മൾ ലോസ് ഓഫ് മോഷനകത്ത് ലോസ് ഓഫ് മോഷൻ അല്ലാതെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉള്ളതുപോലെ ഇതിനകത്ത് വർക്ക്, എനർജി, പവർ അല്ലാതെ കൊളീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അത് നല്ലതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. നല്ല ഡെറിവേഷൻസ് ഒക്കെ. പക്ഷെ അത് നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യും. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. വർക്ക്. എന്ത് ബാസാണ് അല്ലേ വർക്ക്. ഞാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ഈ പേന ഇവിടുന്ന് വന്ന് ഞാൻ ഇവിടോട്ട് മാറ്റി. സിംപിളി ഇറ്റ്സ് എ വർക്ക് അല്ലേ, ഒരു വർക്ക് അല്ലേ. അതായത് ഞാനൊരു ഫോഴ്സ് കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയി. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനെയാണ് വർക്ക് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് into displacement. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാണ്. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എന്നൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് പ്ലസ് 1 ആയി കുറച്ചുകൂടെ ഹൈ ലെവൽ ട്യൂണൊക്കെ ആയി നമ്മൾ മാറുമ്പം ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകണം വർക്കിന്. അന്നേരം നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് ആദ്യം പഠിക്കണം. വർക്ക് എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അന്നേരം നിങ്ങൾ ചോദിക്കും, നമ്മൾ പഠിച്ചാണെങ്കിലും എന്ത് സ്കെയിലാർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അളവ് മാത്രമേ ഉള്ളൂ, ദിശയില്ല, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വർക്കിനെ നമുക്ക് കഴിഞ്ഞ നമ്മൾ മോഷൻ പ്ലെയിനകത്ത് പഠിച്ച പോലെ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. കാരണം വർക്ക് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അന്നേരം നമുക്ക് ഇതിൽ നിന്ന് കയറി വരുന്നുണ്ടോ, വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഈസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പേര് സ്കെയിലാർ പ്രോഡക്റ്റിന് മറ്റൊരു പേരാണ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ കുറച്ചുകൂടെ മാറ്റം വന്നു. W is equal to ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലർ പ്രോഡക്റ്റ് എഴുതുന്നത് ഡോട്ട് ഇങ്ങനെയാണ്, എഫ് ഡോട്ട് ഡി. ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഡിക്ക് പകരം വേണ്ട, ഞാൻ എഴുതി പോകുന്ന സാധനം എസ് എന്നാണ്. എസ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറയാറ്. W is equal to എഫ് ഡോട്ട് എസ്. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ. സിമ്പിൾ ആയിട്ട് മോഷന്റെ പ്ലെയിൻ അത് പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ W is equal to എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി എ ബി കോസ് തീറ്റ ആണെങ്കിൽ എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ. W is equal to എഫ് എസ് കോസ് തീറ്റ. കണ്ട മറ്റൊരു റിലേഷനിലേക്ക് പോകും. ഈ രണ്ട് ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. W is equal to F dot S, W is equal to Fs cos theta എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ്. വർക്ക് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി.
അവിടെ നിങ്ങൾ ചോദിക്കും, സാറേ ഇതിന്റെ യൂണിറ്റ് എന്താണ്? നമുക്കെല്ലാം അറിയാവുന്നതാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് SI സിസ്റ്റത്തിൽ എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജൂളാണ് അല്ലെ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ജൂൾ തന്നെയാണ്. മറ്റൊരു യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിനകത്ത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ERG. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ERG നമ്മളെ എമ്പൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ പറയുന്നതാണ്. ഇത് തമ്മിൽ റിലേഷൻ നമ്മൾ ഡയമെൻഷൻ അത് പഠിച്ചതാണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁷ ERG. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വർക്കിനെ കുറിച്ച് പഠിച്ചു വന്നത്. സാധാരണ സിംപ്ലി നമ്മൾ വർക്ക് തുടങ്ങി. വർക്ക് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു, വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു, W=F.S എന്ന് പഠിച്ചു. അതിനെ എക്സ്പാൻഡ് ചെയ്തു W=Fs cos θ എന്ന് പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുന്ന വർക്കിന്റെ ക്ലാസിഫിക്കേഷൻ, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാന്ന് പഠിച്ചു. CGS സിസ്റ്റത്തിനകത്ത് ERG എന്ന് പഠിച്ചു. 1 ജൂൾ എന്ന് പറയുന്നത് 10⁷ ERG എന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനിയും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം. ഒരു പോർഷൻ നമ്മൾ പഠിക്കുമ്പോൾ +1 +2 10 എന്തോ ആയിക്കോട്ടെ, ഏത് പഠനത്തിലും നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു പോർഷൻ എടുക്കും. ആ പോർഷനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ അതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം 100%. അത് നിങ്ങൾ നോക്കി. ഇതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഡയമെൻഷനിലോട്ട് തൊട്ടില്ല. ഡയമെൻഷൻ ഉണ്ടാവും, ആവശ്യമുള്ള കാര്യങ്ങളാണ്, ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡയമെൻഷൻ വർക്കിൽ അറിഞ്ഞിരിക്കണം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ MLT⁻². ഫോഴ്സ് വളരെ 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 ഹീറോയാണ് ഡയമെൻഷൻ. ഫോഴ്സ് ഇല്ലാത്ത വളരെ കുറച്ച് ക്വാണ്ടിറ്റീസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, MLT⁻² ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L. MLT⁻² ഇൻറ്റു L എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ML²T⁻². ഇതാണ് ഏതിന്റെ ഡയമെൻഷൻ? വർക്കിന്റെ ഡയമെൻഷൻ. ഇതൊരു ഫോട്ടോ എടുത്ത് വെച്ചു. എല്ലാ കാര്യങ്ങളും വർക്കിനെ കുറിച്ചുള്ള ഇൻട്രോ സൂപ്പറായി അല്ലേ? നിങ്ങൾ നന്നായിട്ട് ഒരു വട്ടം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ മറക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പഠിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളരെ ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്. വർക്കിനെ ഒന്ന് ക്ലാസ് ചെയ്യാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഓക്കെ, ഈ 3 വർക്ക് നമുക്ക് എങ്ങനെ ഉണ്ടെന്നും അതിന്റെ ആംഗിൾ വെച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തതും അതിന്റെ എക്സാമ്പിൾസും. ഇത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്. എല്ലാം നമ്മൾ പഠിക്കുന്ന പോലെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക്. അപ്പൊ നമ്മള് വർക്കിന്റെ ഇൻട്രോ കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അവനെ 3ആയിട്ട് അങ്ങ് തരംതിരിക്കാം. ഞാൻ 3 കോളമായിട്ട് വരച്ചിട്ടുണ്ട്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. എക്സ്പ്ലെയിൻ ചെയ്യുന്നവരെ നല്ല സ്കിപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കാണ് മാർക്ക് പഠിക്കേണ്ടത് അല്ലേ? നമുക്കാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. എന്താണ് പോസിറ്റീവ് വർക്ക്? പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സും ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് വർക്ക് എന്ന് പറയുന്നത്. അന്നേരം പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന വർക്ക് എന്നുള്ളത് ഫോഴ്സ് ഈസ് ഇൻ ദി ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. A work is said to be positive if the force is in the same direction as that of the displacement. Force and displacement ഒരേ ഡയറക്ഷനിൽ വരുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? പോസിറ്റീവ് വർക്ക്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാം, ഫ്രെയിം ചെയ്യാം. ഇനി ഇതിനെ ആംഗിൾ വെച്ച് എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു കാര്യം. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ തീറ്റ അല്ലേ? തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവാണെങ്കിൽ cos theta is positive and hence work done is positive. നിങ്ങളിപ്പോൾ എന്നോട് ഒരു സംശയം ചോദിക്കാൻ വേണമെങ്കിൽ, സാർ അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്തെടുക്കുന്നത്? സാർ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ cos theta പോസിറ്റീവ് എന്ന് എങ്ങനെ സാർ പറഞ്ഞു? വർക്ക് ഡൺ പോസിറ്റീവ് എന്ന് പറഞ്ഞു. നോക്കാം. W=, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിടക്കുന്നത് W=F.S അല്ലേ? എക്സ്പാൻഡ് ചെയ്തേ W=Fs cos theta. പ്രൂവ് ചെയ്ത് നിങ്ങൾ കാണിക്കണ്ടേ, നമ്മൾ പഠിക്കണ്ടേ? W=F.S, W=Fs cos theta. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിക്കാട്ടി കുറവാണെങ്കിൽ ഉള്ള ആംഗിൾ എടുത്ത് നോക്കിയേ. ഇപ്പൊ 90 ഡിഗ്രിക്കാട്ടി കുറവുള്ള ആംഗിൾ ഇല്ലേ? 0 ഡിഗ്രി. അന്നേരം നമുക്ക് തീറ്റയ്ക്ക് 0 ഡിഗ്രി എന്ന് കൊടുക്കുന്നു, കുഴപ്പമില്ലല്ലോ. അന്നേരം W=Fs cos 0
W is equal to cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. cos 0 1. then W is equal to Fs. നിങ്ങൾ നോക്കി ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ല, ഇത് പോസിറ്റീവ് ആണ്. W is equal to Fs. പോസിറ്റീവ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം x is equal to y, ഇവിടെ പോസിറ്റീവ് സൈൻ മൈനസ് ആണെങ്കിൽ പറയാം, നെഗറ്റീവ് പറയാം. അതെ, ഇവിടെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്കാണ്. W is equal to Fs എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. അന്നേരം നോക്കിയേ, പോസിറ്റീവ് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് ആയിട്ട് കിട്ടിയില്ല വർക്ക്. സിംപ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് പോസിറ്റീവ് വർക്ക്. അന്നേരം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർന്ന് പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് കൂടെ പഠിക്കട്ടെ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, മനസ്സൊന്നും നിങ്ങൾ വിചാരിക്കാം താഴോട്ടൊരു ഫ്രീലി ഫോളിംഗ് ബോഡി ഇങ്ങനെ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് താഴോട്ട് വീഴുന്നു. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എങ്ങോട്ടായിരിക്കും? താഴോട്ട് തന്നെ. അന്നേരം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ഇല്ലേ? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്താണ്? പോസിറ്റീവ് വർക്ക്. ക്ലിയർ? ഇനി നിങ്ങളൊരു സ്പ്രിംഗ് എടുക്കുക, എന്നിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ ഇത്രയും ബലം കൂടെ സ്ട്രെച്ച് ചെയ്യണം, സിമ്പിൾ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അന്നേരം ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ തന്നെ സ്പ്രിംഗും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ആ പിന്നെ സ്പ്രിംഗ് സ്ട്രെച്ച്, ആ സ്ട്രെച്ച് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോസിറ്റീവ്. രണ്ട് എക്സാമ്പിൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട്. അന്നേരം പോസിറ്റീവ് വർക്ക് ക്ലിയർ വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ വാ, അടുത്ത നെഗറ്റീവ് വർക്ക്. എന്താണ് ഈ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഫോഴ്സ് ഈസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആസ് ഓഫ് ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് പോസിറ്റീവ് വർക്ക്. അതാണ് നിങ്ങൾ തന്നെ ഇപ്പം പറയും വാട്ട് ഈസ് നെഗറ്റീവ് വർക്ക്? ഫോഴ്സ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? നെഗറ്റീവ് വർക്ക് എന്ന് പറയും, അല്ലേ? അന്നേരം നമുക്ക് ഒന്ന് നോക്കാം, അതിനൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഡെഫിനിഷൻ ക്ലിയർ ആയി. ഫോഴ്സ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്കൊന്ന് ക്ലിയർ ആക്കി നോക്കാം. തീറ്റ ഇവിടെ ലെസ് ദാൻ 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി നമുക്ക് നോക്കണമല്ലോ. ഞാൻ അങ്ങ് എഴുതുകയാണ്. കോസ് തീറ്റ ഈസ് നെഗറ്റീവ്, വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ? നിങ്ങൾ തന്നെ ഇപ്പൊ പ്രൂവ് ചെയ്യും. W is equal to F dot S. എക്സ്പാൻഡ് ചെയ്താൽ W is equal to ഡോട്ട് ഇടുമ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നു കേട്ടോ, തോന്നണം ഡോട്ടാണ്. W is equal to Fs cos തീറ്റ. തീറ്റ എന്ന് പറയുന്നത് തീറ്റ is greater than 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിട്ട് കൂടുതൽ എത്ര ഡിഗ്രി വേണമെങ്കിലും എടുക്കാം. ഞാൻ 180 ഡിഗ്രി എടുക്കാം. തീറ്റ 180 ഡിഗ്രി ഫോർ എക്സാമ്പിൾ. ഓക്കെയോ? W is equal to Fs cos 180. cos 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി cos 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. cos 180 അങ്ങനെയാണെങ്കിൽ W is equal to Fs cos 180 -1 ഇല്ലേ? Fs into -1. W is equal to -Fs. ആഹാ, കിട്ടി. therefore it is a negative work. നെഗറ്റീവ് സൈഡ് വന്നു, ഇത് പോസിറ്റീവ് വർക്ക്. ഇപ്പം പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് തമ്മിൽ ക്ലിയർ ആയില്ലേ? ഇതാണ് സംഭവം. അന്നേരം പോസിറ്റീവ് വർക്കും പഠിച്ചു, നെഗറ്റീവ് വർക്കും പഠിച്ചു, വിത്ത് ആംഗിളിന്റെ രീതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ, വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്, ഇങ്ങനെയൊക്കെ ടേം, ഒരു ടേമിനകത്ത് ഫ്രിക്ഷൻ എന്നോ റെസിസ്റ്റീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും കൂട്ടി പറയാം അത് നെഗറ്റീവ് വർക്കാണ്. എന്താ വർക്കാണ്? നെഗറ്റീവ് വർക്ക്. അന്നേരം എൻട്രൻസിനൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഇതിനകത്ത് ക്ലാസിഫൈ ചെയ്ത് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ വർക്ക്, ഫ്രിക്ഷൻ കണ്ടു, ഒന്ന് അടയാളപ്പെടുത്തിയേക്കുക, അത് നെഗറ്റീവ് വർക്കാണ്. റെസിസ്റ്റീവ് ഫോഴ്സ്, റിട്ടാർഡേഷൻ, ഇങ്ങനെ ടൈമുണ്ട്, അടയാളപ്പെടുത്തിയേക്കുക നെഗറ്റീവ് വർക്ക്, തട്ടിയേക്കുക, മാർക്ക് ഉറപ്പാണ്. ഓക്കെ. അല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയാം. വെൻ വി ലിഫ്റ്റ് എ ബോഡി, ഒരു വസ്തു ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു, പക്ഷെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി താഴോട്ടാണ്. ഒരു വസ്തു ഞാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി താഴോട്ടാണെങ്കിൽ മുകളിലോട്ടാണ് പോസിറ്റീവ്, ഫോഴ്സ് മണ്ടക്കോട്ടാണ്, പക്ഷെ ഗ്രാവിറ്റി താഴോട്ടാ. അത് ഏത് വർക്കാ? നെഗറ്റീവ് വർക്കാ. ഫോഴ്സ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയറാ? പറഞ്ഞല്ലോ, നന്നായിട്ട് രണ്ടെണ്ണം ഓക്കെ അല്ലേ? അടുത്തത് സീറോ വർക്ക്. സീറോ വർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മള് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ പഠിക്കുന്നില്ല. വർക്ക് എന്തോ? സീറോ അല്ലേ? അതിനകത്ത് പ്രത്യേകിച്ച് എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല, എന്നാലും സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതാണ്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വർക്ക് നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഈസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നെഗറ്റീവ് വർക്ക് പറഞ്ഞു ഫോഴ്സ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ഇൻ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? സീറോ വർക്ക്. അങ്ങനെ നമുക്കൊന്ന് നോക്കാം.
പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നും വേണ്ട, 90 ഡിഗ്രി അത് മതി അല്ലേ, കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. എന്നാലും നമുക്ക് നോക്കാം W is equal to F dot S. W is equal to F dot S നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തേ Fs cos theta. തീറ്റയ്ക്ക് വരെ നമുക്ക് 90 കൊടുത്തേ W is equal to Fs cos 90. അടിപൊളി. cos 90 എന്ന് പറഞ്ഞാൽ cos 0 1 ആയിരുന്നു, cos 90 0 ആയിരുന്നു. അന്നേരം W is equal to സിമ്പിൾ ആയിട്ട് കൊച്ചു വളരെ എഴുതിക്കുന്നത് Fs into 0. അന്നേരം W is equal to 0. അവിടെ വർക്ക് ഉണ്ടോ? ഇല്ല. അന്നേരം പ്രൂവ് ചെയ്തെടുത്തില്ലേ 0 വർക്ക്. അന്നേരം if the force is in perpendicular to the direction of displacement, it is a 0 work with explanation. Angle of explanation. In example, when we try to push a stationary locomotive, ഒരു വെഹിക്കിൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നു, ഒരു കാർ നിർത്തിയിട്ടേക്കുന്നു, ഞാൻ ഇങ്ങനെ തള്ളാൻ ശ്രമിക്കുന്നു, it does not move ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു, ഞാൻ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തു പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് കൂടെ വേണ്ടേ, ഫോഴ്സ് ഒക്കെ കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അവിടെ തന്നെ വർക്ക് ഇല്ല. when we try to push a stationary locomotive or vehicle, it does not move. That means നമ്മൾ എന്ത് ചെയ്തില്ല, അവിടെ എന്തില്ല, വർക്കില്ല. ദാറ്റ് ഈസ് 0 വർക്ക്. അല്ല നമ്മൾ പഠിക്കാതിരിക്കുന്ന മാത്രമല്ല 0 വർക്ക്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കൂടെ ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് നല്ല അടിപൊളിയായിട്ട് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും 0 വർക്കും പഠിച്ചു. സൂപ്പറായി. ഇതിനകത്ത് സംശയമില്ലല്ലോ. ഇൻട്രൊഡക്ഷൻ സൂപ്പറായി, അടുത്തതും സൂപ്പറായില്ലേ, എല്ലാം സൂപ്പർ. ഞാൻ പവർ 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 വരട്ടെ. ഓക്കെ വാ, അടുത്ത ടോപ്പിക്. നമ്മുടെ അടുത്ത ടോപ്പിക് വർക്ക് എനർജി പവറിനകത്തെ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. ഒരു വസ്തു ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഉയർത്താൻ ആവശ്യമായിട്ടുള്ള വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ എവിടെയോ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഒരു വസ്തു വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണ്ടേ. നമുക്ക് ആ ഫോഴ്സ് നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് MA എന്ന് എഴുതാം. എക്ക് പകരം ഞാൻ ആക്സലറേഷൻ പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫിസിക്കൽ ടു എന്ന് കൊടുക്കാം, mg എന്ന് കൊടുക്കാം. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എടുത്തു. ഒരു വസ്തു ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ആണ് അല്ലേ. അന്നേരം യെസ്, ഇനീഷ്യൽ പൊസിഷൻ, ഏറ്റവും താഴത്തെ ഇനീഷ്യൽ പൊസിഷൻ, ഏറ്റവും മുകളിലത്തെ ഫൈനൽ പൊസിഷൻ ആണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ ഇടയിലുള്ള ദൂരത്തെ പറയുന്നവരാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് തന്നെയല്ലേ അതിനിടയിലുള്ള ഹൈറ്റും. അന്നേരം എസും എച്ചും ഈക്വൽ ആണ്. ഓക്കെ, ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സിന് പകരം mg, എസിന് പകരം h, W/H ആണ്. ഉത്തരം കിട്ടി. ഇത്രേ ഉള്ളൂ, ഈസി. 2 മാർക്ക് കിട്ടി. ഈ mgh നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച്. mgh കൈനറ്റിക് എനർജി ഇക്വേഷൻ ½mv², പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ അതാണ് mgh. Where m is the mass, g is the acceleration due to gravity, h is the height. ഒരു വസ്തു ലിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. അന്നേരം അത് എന്ത് എനർജിക്ക് തുല്യ? പൊട്ടൻഷ്യൽ എനർജി. കാരണം നിങ്ങൾ പിന്നീട് പഠിക്കും വർക്കും എനർജിയും സെയിം ആണ്. വർക്ക് എനർജി സെയിം ആണ് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം എന്നൊക്കെ പറഞ്ഞ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡയമെൻഷൻ നോക്കിയാലും വർക്കിന്റെ എനർജിയുടെ ഡയമെൻഷൻ ഇതല്ലേ, ml² (-2), ml² (-2). രണ്ട് സെയിം ആണ്. അന്നേരം ഒരു വസ്തു ലിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയും mgh ആണ്, അതിന്റെ വർക്കും mgh ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ഹൈറ്റിലുള്ള വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതിനല്ലേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഒരു വസ്തു ലിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് mgh ആണ്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് റിവിഷൻ അറ്റ് എ ഗ്ലാൻസ്, പെട്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഒരു ഇൻട്രോ കൊടുത്തു, നമുക്ക് വർക്കിനെ കുറിച്ചുള്ള ഇൻട്രോ കൊടുത്തു, നല്ല കാര്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന് ക്ലാസ് ചെയ്തു. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക് നല്ല കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി പഠിച്ചു. W/mgh, അത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം പാർട്ട് 2 കൂടുതൽ വർക്ക് എനർജി പവർ സിമ്പിൾ ആയിട്ട് ബട്ട് പവർഫുൾ ആയിട്ട് പഠിക്കും. ഓക്കെ വാ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ബാക്കിയുള്ള കുട്ടികൾക്ക് +1 കുട്ടികൾ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക.
നല്ല മാർക്ക് പിടിക്കുക. ഓക്കെ, ബൈ ബൈ, സീ യു. ഓക്കെ.